നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്കയുടെ ഹെലികോപ്റ്റർ അടിച്ചിടുന്നു. അതിൽ അമേരിക്ക അങ്ങേയറ്റം പ്രകോപിതരാണ്. ഇന്നിപ്പോൾ ഇറാൻ്റെ 18ഓളം കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തിരിക്കുകയാണ്. അതിന് ഇറാനും മറുപടി നൽകാൻ ഒരുങ്ങുന്നു. ഗൾഫ് മേഖലകളിൽ കുവൈറ്റ് വ്യോമപാത അടച്ചിരിക്കുകയാണ്. അപ്പോൾ അശാന്തിയുടെ ഒരു വലിയ അന്തരീക്ഷം അവിടെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവസാനിക്കുമെന്ന് കരുതിയ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമാധാന ഉടമ്പടി നിലവിൽ വരുമെന്നൊക്കെ കരുതിയ ഒരു സാഹചര്യമാണ് ഇങ്ങനെ അങ്ങ് എസ്കലേറ്റ് ചെയ്തു പോകുന്നത്. ഇവിടെ ആരാണ് കുറ്റക്കാർ? ഈ മഹാഭാരത യുദ്ധത്തിലെ ഭീഷ്മർ ധർമ്മം അതിനെ നിർവചിക്കുക വളരെ പ്രയാസമാണ് എന്ന് പറയുന്നത് പോലെ ഇതിലെ കുറ്റക്കാരനാണ് ആരാണ് എന്നുള്ളത് വളരെ സങ്കീർണമായൊരു സമസ്യയാണ്. നമ്മൾ എത്രയെത്ര അപഗ്രഥിച്ചാലും അത് ചെന്നെത്തുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആത്യന്തികമായിട്ട് പറയാൻ വളരെ പ്രയാസമാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ യുദ്ധരംഗത്ത് എന്തൊക്കെയാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത്, ആ ത്രികാലങ്ങളെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനം മാത്രമേ നമുക്ക് സാധ്യമാകൂ. ഈ തെമ്മാടി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ട്രംപ് തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചത്. നേരത്തെ എഫ് ചേർത്ത അശ്ലീലമായ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനെ അദ്ദേഹം വിശേഷിപ്പിച്ചതെങ്കിൽ അത്രയും ശൗര്യത്തോടുള്ള, അല്ലെങ്കിൽ അത്രയും അശ്ലീലം കലർന്ന വാക്കല്ല, തെമ്മാടി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രംപ് കുറേ മയപ്പെട്ടു, മെരുങ്ങി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കിയതാ, മിഡിൽ ഈസ്റ്റിലെ തെമ്മാടി ചത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അടുത്ത ബുധനാഴ്ച മുതൽ നേരത്തെ എന്ന പോലെ തന്നെ ഒരു വലിയ യുദ്ധം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്നുള്ളത് വ്യക്തമല്ല, അവിടെ വീണ്ടും നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രതികരണമായിട്ടും പ്രതിവചനമായിട്ടും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അവരുടെ തന്നെ വാക്കുകളിൽ, പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, ഞങ്ങളുടെ ഗൾഫ് അയൽ രാജ്യങ്ങൾ നിയമപരമായും ധാർമ്മികവുമായി ഇറാനെതിരെ തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗപ്പെടുത്താൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ അയൽ രാജ്യങ്ങളോട് പറയുന്ന, പാകിസ്ഥാനോട് പറയുന്ന അതേ കാര്യം തന്നെ. നിങ്ങളുടെ മണ്ണിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്താൻ പാടില്ല. ഈ കാര്യമാണ് ഇപ്പോൾ ഇറാൻ്റെ സൈനിക നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് വായിച്ചെടുക്കാവുന്നുള്ളൂ. അമേരിക്ക ഇറാനെ ആക്രമിക്കും, ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളെ മുഴുവൻ ആക്രമിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയുടെ 19 അല്ലേ കേന്ദ്ര, അമേരിക്കയുടെ അല്ല ഇറാൻ്റെ 19 കേന്ദ്രങ്ങളല്ലേ, 19 കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി, മിസൈലിട്ടു, ബോംബിട്ടു, അങ്ങനെ വിക്ഷേപിച്ചു. പക്ഷേ ഇറാൻ്റെ അവകാശം എന്താണ്? അവരെ അമേരിക്കയുടെ 21 ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞ കാര്യമാണിത്. ഇതിൽ ഏതൊക്കെ പെടുമെന്നറിയാമോ? അതായത് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒരു അപ്പാഷെ ഹെലികോപ്റ്റർ മാത്രമല്ല ഇറാൻ തകർത്തത്. അമേരിക്കയുടെ ഏറ്റവും അജയ്യമെന്ന് അവർ കരുതുന്ന, ഇൻവിൻസിബിൾ എന്നവർ കരുതുന്ന F-35 വിമാനത്തിൻ്റെ ഹാങ്കർ, വിമാനമല്ല, വിമാനം നേരത്തെ അവർ തകർത്തിട്ടുണ്ടോ, അതിൻ്റെ ഹാങ്കർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, അത് റിപ്പയർ ചെയ്യുന്ന സ്ഥലം, അതിസുരക്ഷാ മേഖല, അവിടെ കയറി ഇവരെ ആക്രമിച്ചു. അവിടെ കാര്യമായിട്ടുള്ള പരിക്ക്, ക്ഷതം ഏൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് തെമ്മാടി എന്നുള്ള ഈ ട്രംപിൻ്റെ പരാമർശം. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇസ്രയേലിനും അവർ കണക്കിന് കൊടുക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ദുർബലമായ, സൈനികമായിട്ട് ദുർബലമാണെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്ന ഒരു രാജ്യമാണിപ്പോൾ പത്തി വിടർത്തിക്കൊണ്ട് ചീറിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അത്ഭുതകരവും സങ്കീർണവും തന്നെയാണ്. ഇതിൽ ധർമ്മം എന്നൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ഭാഗത്തും അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രം ട്രംപിൻ്റെ കീഴിൽ ഇറാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തോട് നടത്തുന്ന യുദ്ധം, ഇതിൻ്റെ ബലിയാടാകുക എന്ന് പറയുന്നത് ഏതാണ്ട് 1 കോടിയോളം മലയാളികൾ അവരുടെ ഉപജീവന മാർഗമായി കരുതുന്ന ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്ന പാചകവാതകം, എണ്ണ, ഡീസൽ, അങ്ങനെയുള്ള ചരക്ക് നീക്കമാണ് കൂടുതലും നടക്കുന്നത്. അതെല്ലാം ബ്ലോക്കായിക്കൊണ്ട് ആ സപ്ലൈ ചെയിൻ
വളരെ വളരെ ശക്തമായ രീതിയിൽ അടഞ്ഞിരിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ സംഭവ വികാസം എന്ന് പറഞ്ഞാൽ ഇറാൻ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യ താല്പര്യം അനുസരിച്ച് ഇന്ത്യയുടെ കപ്പലുകൾ പോലും അതുവഴി ഇനി കടന്നു വരാൻ പറ്റില്ല. കുഴപ്പമില്ല, നമ്മൾ മോദി ഇച്ഛാശക്തിയോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടി മറ്റൊരു ആൾട്ടർനേറ്റീവ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്, വെനസ്വേലയുമായിട്ടുള്ള ഒരു കരാർ. അതുപോലെ തന്നെ അബുദാബി എന്ന് പറയുന്ന രാജ്യം അവിടെ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു പേടി നോക്കിക്കോണം. 30,000 കോടി ബാരൽ എണ്ണ ഇന്ത്യയിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. കാരണം സുരക്ഷിതമല്ല അവിടെ വെച്ചിരുന്നാൽ. നമ്മൾ വീട്ടിൽ സ്വർണം സുരക്ഷിതമല്ല എന്നറിയുമ്പോൾ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്നത് പോലെ ഇന്ത്യയിൽ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അപ്പോൾ അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഗൾഫ് മേഖലയിലുള്ള മുതലാളിമാരുടെ അല്ലെങ്കിൽ അവിടുത്തെ എണ്ണ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്കവാറും നമ്മുടെ ഇന്ത്യക്കാർക്ക് ജോലിയെല്ലാം. ആ ജോലികളൊക്കെ ശമ്പളം കുറയുക, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുക തുടങ്ങിയ കഷ്ടനഷ്ടങ്ങളിലേക്ക് നയിക്കുകയും ഇന്ത്യയുടെ റെമിറ്റൻസുകളെ ദോഷമായി ബാധിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 7.9 എന്ന് സന്തോഷത്തോടെ വിളിക്കുന്ന ആ വളർച്ചാ നിരക്കിൽ, പ്രോജക്റ്റ് ചെയ്യുന്ന വളർച്ചാ നിരക്കിൽ വലിയൊരു ഇടിവുണ്ടാവാനുമുള്ള സാധ്യത ഇന്ത്യക്ക് വളരെ ദോഷകരമായി ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഉപയോഗിക്കാത്ത ശക്തമായ ഭാഷയിൽ ത്രൂ ഡയലോഗ്സ് ആൻഡ് ഡിപ്ലോമസി, 2 Ds, അതിൽ കൂടി പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണം. ഇന്ത്യയിലിപ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ, പക്ഷേ അങ്ങനെയല്ല, സക്രിയമായിട്ട് ഇടപെടേണ്ട ഒരു നില വന്നിരിക്കുകയാണ്. ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെയും ഒരു പക്ഷേ ജർമ്മനിയുടെയും യുദ്ധക്കപ്പലുകൾ അവിടെ അടുത്തുണ്ട്. അടുക്കാൻ പേടിയാണ്. കാര്യം എന്താ? അമേരിക്കയുടെ നിയന്ത്രണത്തിലല്ല, കംപ്ലീറ്റ് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ നമ്മൾ കേട്ട ഒരു വാർത്ത, അതും കൂടെ ഞാനിവിടെ ഒന്ന് വിശദീകരിക്കാം. ഒമാൻ തീരത്ത് ഇന്ത്യയുടെ കപ്പലിൽ തീ വീണു. ആ കപ്പലിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തി, അവരുടെ ജീവൻ പോയിട്ടില്ല, ദൈവം തുണയ്ക്കട്ടെ. പക്ഷേ കപ്പൽ തീ പിടിച്ചു. നിസ്സാര കാര്യമല്ല. എങ്ങനെ സംഭവിച്ചു? അതിൻ്റെ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. അവിടെ അമേരിക്കൻ കപ്പൽപ്പട തങ്ങുന്നത് ഇറാൻ്റെ തീരത്തല്ല, ഒമാൻ്റെ തീരത്താണ്. ആ ഒമാൻ്റെ തീരത്ത് നിന്നാണ് ഇന്ത്യൻ കപ്പലിലേക്ക് ഒന്നുകിൽ മിസൈൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീണ് തീ പിടിച്ചത്. അമേരിക്ക അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത ഒരു അപരാധം തന്നെയാണത്. യുദ്ധത്തിൽ പങ്കാളിയെ അല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ കപ്പലിന് നേരെ ആക്രമണം നടത്തി. ഇതുപോലെ തന്നെയാണ് ഇറാനും ചെയ്യുന്ന അധാർമികത. യുദ്ധത്തിൽ പങ്കാളികളെ അല്ലാത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിൽ അവരുടെ ആകാശത്തു കൂടിയാണ് ഈ മിസൈലുകൾ പോകുന്നത്. ഈ മിസൈലുകൾ പോകുന്നത് അവർ ടാർഗറ്റ് ചെയ്യുന്നതും അവിടെയെല്ലാമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ്. ഈ സൈനിക താവളങ്ങൾ എന്താ? അതൊരു അധാർമികതയല്ലേ? മറ്റു രാജ്യങ്ങളിൽ പോയി തങ്ങളുടെ സൈനിക താവളങ്ങൾ എന്തിനാ സ്ഥാപിക്കുന്നത്? ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ. UAE എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രമാണ്. അവിടെ ഇന്ത്യ ഏതെങ്കിലും ഒരു സൈനിക താവളം സ്ഥാപിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? കൃഷ്ണക്ഷേത്രമാണ്, സമാധാനത്തിൻ്റെ ക്ഷേത്രമാണ് സ്ഥാപിച്ചത് അവിടെ. മനസ്സിലായോ? അപ്പോൾ അത് ധാർമ്മികം, ഇത് അധാർമിക അമേരിക്ക ചെയ്തത്. ബ്രിട്ടനും ഇതുപോലായിരുന്നു. അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വന്നിട്ട് നാടാകെ പാണ്ഡികശാലകൾ സ്ഥാപിച്ചു. ആ പാണ്ഡികശാലകൾ, ആ ശാലകളിലൂടെയാണ് അവർ സൈന്യത്തെയും കൊണ്ടുവന്ന് ആയുധങ്ങളെയും കൊണ്ടുവന്ന് ഇന്ത്യയെ പിടിച്ചടക്കിയത്. അതുപോലെ ലോകമാകെ കേമൻ ചമയാൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെ പണ്ടത്തെ പ്രസിഡന്റുമാരാണ് ഇത് സ്ഥാപിച്ചത്, ട്രംപൊന്നുമല്ല. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവ സ്ഥാപിക്കപ്പെട്ടത്. മേൽക്കോയ്മ. അന്ന് അവരുടെ ശത്രുവായി ഒരു റഷ്യ ഉണ്ടായിരുന്നു. ഇന്ന് റഷ്യ എന്ന് പറയുന്ന അപ്രസക്തമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ആ രാജ്യം വീണ്ടും എന്തിനാണ് ഇതൊക്കെ അടച്ചുപൂട്ടി എന്നേ പോകേണ്ട കാര്യമല്ലേ? ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് കുവൈറ്റിലേക്ക് പണ്ട് മിസൈലുകൾ അയച്ചത്. അന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അമേരിക്ക അവരുടെ പേട്രിയോട്ട് മിസൈലുകൾ കൊണ്ട് അതിനെ തകർത്ത് തരും. ടോമോഹോക്ക് മിസൈലുകളും ഉപയോഗിച്ചു. നമ്മൾ ലൈവായിട്ട് കണ്ട യുദ്ധചിത്രമാണത്. അത് നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇറാൻ ഇപ്പോഴും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ബഹ്റൈനിലേക്ക്, കുവൈറ്റിലേക്ക്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അവരുടെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? കാരണം അവരുടെ മിസൈലുകൾ അത്രമാത്രം ശക്തി ആർജിച്ചിട്ടുണ്ട്. ഇതിൽ പലതും ബാലിസ്റ്റിക് മിസൈലുകളുമാണ്. അപ്പോൾ ഇറാൻ്റെ പത്തി അടിച്ച് തകർക്കാൻ ഈ
ഇസ്രായേലിനും അമേരിക്കൻ കൂടി ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം, അതായത് അടുത്ത ബുധനാഴ്ചയോടുകൂടി ഞങ്ങൾ ഇറാനെ വീണ്ടും ആക്രമിക്കും, ആ രാജ്യത്തെ തീർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഹെക്സ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡിഫൻസ് സെക്രട്ടറി അമേരിക്കയുടെ പീറ്റർ ഹെക്സത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി കാണിക്കുന്നത്. എൻ്റെ ശരിയായ ഉച്ചാരണം എനിക്ക് ഉറപ്പില്ല, ഇതാണ് ഉച്ചാരണം. ഹെക്സത്ത് എന്നാണ് അവർ പറയുന്നത്. കേട്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ തന്നെ, വി വിൽ ഹിറ്റ് ദം ഹാർഡ് ഓൺ അവർ ടേംസ് ഓൺ ദി ടാർഗറ്റ്സ് ദാറ്റ് ഇംപ്രൂവ് ദി എൻവയൺമെൻറ്റ് ഫോർ അസ് ടു ഓപ്പറേറ്റ് ആൻഡ് അണ്ടർമൈൻ ദി കേപ്പബിലിറ്റീസ് ദാറ്റ് ഇറാൻ വാണ്ട്സ് ടു ഹാവ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇറാൻ എന്തൊക്കെ കേപ്പബിലിറ്റീസ്, യുദ്ധ കഴിവുകളാണോ ആർജിക്കാൻ ശ്രമിക്കുന്നത് അതിനെയെല്ലാം തകർക്കുക. അതുപോലെ തന്നെ ഹിറ്റ് ഹാർഡ് ഓൺ ടേംസ് ഓൺ ദി ടാർഗറ്റ് ദാറ്റ് ഇംപ്രൂവ് ദി എൻവയൺമെൻറ്റ് ഫോർ അസ്. ഇവിടെ തന്നെ വ്യക്തമാണ് അവരുടെ സ്വാർത്ഥത. അമേരിക്കയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതെന്തോ, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതെന്തോ അത് ഞങ്ങൾ ചെയ്യും. അല്ല, ലോകത്തിന് വേണ്ടിയല്ലല്ലോ യുദ്ധം. അത് അധാർമികമല്ലേ? ആ ധാർമ്മികതയാണ് ഇവരിപ്പോൾ ഇവിടെ വന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇറാൻ പറഞ്ഞത് ധാർമ്മികമല്ലേ എന്ന് നമ്മൾ ചോദിക്കാം. കാരണം അങ്ങ് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് കിടക്കുന്ന അമേരിക്കയ്ക്ക് ഇങ്ങ് അറബിക്കടലിൽ വന്ന് ഈ യുദ്ധം നടത്തിയ ആളുകളെ, ലോകത്തെയും ദ്രോഹിക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് ആളുകളാവണം എന്നറിയാൻ വേണ്ടി. അതുകൊണ്ട് ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നല്ല, തീർച്ചയായും മേക്ക് അമേരിക്ക ഗോ എവേ എന്ന് തന്നെയാണ്. നാശം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ. അപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നത്തിൻ്റെ സങ്കീർണത അതുകൊണ്ട് തന്നെ വ്യക്തമാവുകയാണ്. രണ്ട് തെമ്മാടി രാഷ്ട്രങ്ങൾ നടത്തുന്ന ഒരു വലിയ ദുരന്തമാണിതെന്ന് തന്നെ പറയേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇഫ് വി നീഡ് ടു നെഗോഷിയേറ്റ് വിത്ത് ബോംബ്സ്, അതാണ് അടുത്തത്. ഡിപ്ലോമസി ഡയലോഗൊക്കെ വിട്ടു ഇന്ത്യ പറഞ്ഞത്. ഞങ്ങൾക്ക് സംഭാഷണം നടത്തിയത് പരാജയപ്പെട്ടു, ഇനി ഞങ്ങൾ സംഭാഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ്റെ മാമാപ്പണി കൊണ്ടല്ല, മറിച്ച് we will negotiate with bombs. We will negotiate with bombs. We are very good at it. ബോംബിടുന്നതിൽ ഞങ്ങൾ മിടുക്കരാണ്. നമുക്കെല്ലാം അറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും കാണിച്ച ക്രൂരകൃത്യങ്ങളുടെ ഫലങ്ങൾ ഇപ്പോഴും അനന്തര തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള യുദ്ധത്തിലേക്ക് പോകുന്ന വലിയ വലിയ അഹങ്കാരത്തോടും ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടി പറയുകയാണ് ജോയിൻറ്റ് മിലിറ്ററി കമാൻഡിൻ്റെ മേധാവിയായിട്ടുള്ള പീറ്റ് ഹെക്സത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അഹങ്കാരം എവിടെയാണുള്ളത്? ഇറാൻ പറഞ്ഞതിൽ ആ അഹങ്കാരം ഞാൻ കാണുന്നില്ല. ഇവിടെ അമേരിക്കയുടെ താവളങ്ങൾ ഇല്ലാതാക്കണം, ഒരു ഭീഷണിയൊന്നും ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഭീഷണി ഉയർത്തുന്ന അമേരിക്കയും സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി അടരാടുന്ന ഇറാൻ തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെ ഞാൻ അവസാനമായിട്ട് ഒരു കോട്ട് ഉദ്ധരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറാൻ എങ്ങനെയുള്ള നിലയിലാണെന്ന്. അതായത് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള നോവലിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞിട്ടുള്ള ഒരു ലോകപ്രസിദ്ധമായ വാക്യമുണ്ട്. മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഹി ക്യാനോട്ട് ബി ഡിഫീറ്റഡ്. മനുഷ്യനെ നശിപ്പിക്കാം, പക്ഷേ അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇറാൻ്റെ സ്ഥിതി. ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ ഇറാനിനെ നിങ്ങൾക്ക് നശിപ്പിച്ചു കഴിഞ്ഞു അമേരിക്ക ഇസ്രായേലും കൂടി, പക്ഷേ തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് അമേരിക്കയുടെ ഈ ദേഷ്യത്തിനും നിരാശയ്ക്കും കാരണമായിട്ട് പോകുന്നതും ഈ യുദ്ധം ഇത്രയും നീളാൻ ഇടയാക്കുന്നു. പക്ഷേ ഈ ഇസ്രായേൽ പറയുന്നത് മറ്റൊരു കഥയാണ്. കാരണം ഇറാനിപ്പോൾ ഒരു നോവിക്കപ്പെട്ട വിഷസർപ്പമാണ്. കാരണം അവരുടെ പരമോന്നത നേതാവിനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ചു. ഇനി അവർക്ക് പ്രതികാരത്തിന് ചെയ്യാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധം പകുതി വഴിക്ക് നിർത്തിയിട്ട് പോയാൽ അവരുടെ കയ്യിലുള്ള ആണവായുധം എടുത്ത് പ്രയോഗിക്കില്ലേ? അതുകൊണ്ട് ഈ ഇറാനെ മുഴുവൻ തീർത്തിട്ടേ അമേരിക്കയ്ക്കും ഇസ്രായേലും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആണവ ബോംബ് അവർക്കുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. 750 കിലോഗ്രാമോളം സമ്പുഷ്ട യുറേനിയം. ഇത് തകർക്കാനാണല്ലോ ബാങ്കർ ബസ്റ്റർ ബോംബുകൊണ്ട് ഇത് രണ്ട് രാജ്യങ്ങളും പോയത്. അപ്പോൾ ദേ ഫെയിൽഡ് ഇൻ ദ മിഷൻ എന്നല്ലേ എൻ്റെ അർത്ഥം. അത് അമേരിക്ക തന്നെ തീർത്തിരുന്നെങ്കിൽ ഈ യുദ്ധം തീർന്നതിനല്ലോ. അമേരിക്ക അമേരിക്ക പോലൊരു രാഷ്ട്രം പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഒരു മൂന്നാം കിട സൈനിക ശക്തിയോടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു നാണക്കേടുണ്ടോ? ഇപ്പോൾ തുല്യ ശക്തികൾ പോരാടുന്ന പോലെ അല്ലേ ഒറ്റയ്ക്കൊരു രാഷ്ട്രവും മറ്റേതാനും രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന, വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിഞ്ഞോ?
ഇതിപ്പോൾ ഒരു നാണക്കേടുണ്ടോ? കപ്പലുകൾ കൊണ്ടിട്ട് വളഞ്ഞില്ലേ? അതിനേക്കാൾ വലിയൊരു നാണക്കേടുണ്ടോ? അപ്പോൾ വലിയൊരു നാണക്കേടാണ് ഇപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നുള്ളത്. ബേക്ക് അമേരിക്ക ഷെയിം എന്നുള്ളതായിട്ടില്ലേ? ഷെയിം എഗൈനാണ്. കാരണം 3 യുദ്ധങ്ങൾ ഇറാനോട് കൂടി നടത്തി, 3 യുദ്ധങ്ങളിലും തോറ്റോടേണ്ടി വന്നു അമേരിക്കയ്ക്ക്, ഇല്ലേ? വലിയൊരു നാണക്കേട് വീണ്ടും ഉണ്ടാക്കി വെച്ചു ഈ മനുഷ്യൻ. കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് ക്ഷുഭിതമായിട്ട് പറഞ്ഞത്, ഇറാനോട് ഇനി അമേരിക്ക ട്രംപ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചോളൂ. അതിൽ സപ്പോർട്ട് ചെയ്ത് 4 റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ്. മനസ്സിലായില്ലേ? അത്രമാത്രം മടുത്തിരിക്കുന്ന യുദ്ധം കൊണ്ട്. ഇത് യുദ്ധത്തിനുള്ള, നമ്മുടെ മോദി പറഞ്ഞതാണ് ശരി, ഇത് യുദ്ധത്തിനുള്ള സമയമല്ല. ഡിപ്ലോമസി ആൻഡ് ഡയലോഗ്. സംസ്കാരമുള്ള മനുഷ്യർ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഗോത്രവർഗ കാലങ്ങളിലെ പോലെ, മധ്യകാലഘട്ടങ്ങളിലെ പോലെ, ഇരുണ്ട യുഗങ്ങളിലെ പോലെ പരസ്പരം പോരടിച്ച് മരിക്കുക എന്ന് പറയുന്നത് കാടത്തമാണ്. ആ കാടത്തമാണ് ഇപ്പോൾ നമ്മൾ. അങ്ങനെ ആയുധം എടുത്താൽ അത് അവസാനിപ്പിക്കാനേ കഴിയണം. അതെ, അവസാനിപ്പിക്കാൻ ഇന്ത്യ തന്നെ മുൻകൈ. കാരണം പാകിസ്ഥാൻ്റെ മാമാപ്പണിയെല്ലാം അമ്പേ പരാജയമാണ്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളാണല്ലോ. അതെ, ഗൾഫ് UAEയും പറയുന്നതാ. അവരുടെ പുതിയ അംബാസഡർ പറഞ്ഞത്, മോദി ഒന്ന് ഫോൺ എടുത്ത് വിളിച്ചാൽ ഈ യുദ്ധം അവസാനിക്കുന്നു. വി ഷാൽ മേക്ക് എ ട്രൈ ഇൻ ദാറ്റ് വേ എന്ന് ഉള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് എത്ര പേരെയാണ് വല്ലാത്ത ദുരന്തങ്ങളിലേക്ക്, മരണത്തിലേക്ക് മാത്രമല്ല, നാളെ വരുന്ന പട്ടിണിയിലേക്ക്, വലിയ തൊഴിലില്ലായ്മയിലേക്ക്, ഇരുട്ടിലേക്ക് നയിക്കുക. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ അമേരിക്കയോട് പറയാനുള്ളത്, ഒന്നുകിൽ നേരെ ചൊവ്വേ യുദ്ധം ചെയ്തത് അങ്ങ് അവസാനിപ്പിക്കുക, അതെ, ഇല്ലെങ്കിൽ എന്താണ് സമാധാനത്തിലേക്ക് പോകുക. നിങ്ങൾ ഈ പറയുന്ന വാചകം അടിക്കുക, പെട്ടെന്ന് തീർക്ക്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ചുമ്മാ നിങ്ങളുടെ വാചകം അടിക്കണ്ട. ചുണയുണ്ടെങ്കിൽ ഇറാനെ അങ്ങ് തീർക്ക് എന്നാണല്ലോ നിങ്ങൾ വാചകം അടിക്കുന്നത്. ഈ ചുമ്മാ കിടന്ന് എന്താ പറയുന്നത്, തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടുമില്ല, കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ വാചാലനാകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒന്നും കഴിവില്ലാത്തവനാണ് ഈ വാചകം അടിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ സംഭവമാണ് ഇപ്പോൾ ട്രംപും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൊണ്ട് ഇനിയും കൊള്ളത്തില്ല, ഇനിയും പരാജയം ഏറ്റുവാങ്ങും. ഇറാൻ്റെ കയ്യിൽ നല്ല 1ാം തരം മിസൈൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർ ചീറിപ്പായും. കാരണം പരാജയപ്പെട്ടു. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതാണ് ഈ പറഞ്ഞ പോലെ, പിന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു രാഷ്ട്രമാണ്. മരിച്ചോട്ടെ, എന്നാലും ഞങ്ങൾ കീഴടങ്ങില്ല എന്നുള്ള ഒരു നിലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതെ, അപ്പോൾ അതാണ്, സമാധാനത്തിന് ഭീഷണിയായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും.